ഹരേ കൃഷ്ണ. എന്താണ് പുണ്യം, എന്താണ് പാപം? ഈ രണ്ട് കാര്യങ്ങളെ തമ്മിൽ നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുക? ബ്രഹ്മസൂത്രത്തിന്റെ രചയിതാവായ മഹാഋഷി വേദവ്യാസൻ ഇങ്ങനെയാണ് പറയുന്നത്: പുണ്യായ പരോപകാരം, പാപായ പരപീഡനം എന്നതാണ്. നമ്മുടെ ചിന്തകളോ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വളരെ വലിയ രീതിയിലൊരു നേട്ടം അല്ലെങ്കിൽ ഗുണം ഉണ്ടായിത്തീരുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മത്തിന്റെ ഫലം പുണ്യഫലമായിട്ടാണ് നമുക്ക് വന്ന് ചേരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ചിന്തയോ പ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളോ കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വളരെ വലിയ തോതിൽ തന്നെ വിഷമമോ അതല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മോശമായി ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് പരപീഡനം എന്നുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാക്ക് അങ്ങനെയാണ് പറയുന്നത്. ആ ഒരു ഫലം നമുക്ക് വന്നു ചേരുന്നത് പാപ ഫലമായിട്ടാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ കഴിയുന്നതും മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആർക്കും വലിയൊരു സഹായം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാതിരിക്കുന്നത് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിനോട് ചെയ്യുന്ന വലിയൊരു പുണ്യം തന്നെയാണ്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.